നന്ദി അഞ്ജലി ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2135 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ PY സജിമോൻ BHMS, കൺസൾട്ടന്റ് ക്യാൻസർ യൂണിറ്റ്, ഗവൺമെന്റ് ഹോമിയോപ്പത്തിക് ഹോസ്പിറ്റൽ, കുറിച്ചി, കോട്ടയം. മെഡിക്കൽ ഓഫീസർ, ആയുഷ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, ഹോമിയോപ്പതി, വാഴൂർ, കോട്ടയം. 26 വർഷത്തെ ചികിത്സാ പരിചയം. ഗർഭാശയ ക്യാൻസറും ഹോമിയോപ്പതി ചികിത്സയും 1-ാം ഭാഗം. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് PV സജിമോൻ ഡോക്ടറെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാൻ ഹോസ്റ്റ് ആക്കുവാണേ. ഡോക്ടർക്ക് ആരംഭിക്കാം. സജിമോൻ ഡോക്ടറെ കോഹോസ്റ്റ് ആക്കിയില്ലേ? ഇല്ല, ഡോക്ടർക്ക് ഇപ്പൊ ആക്കാം. ഡോക്ടർ ആക്കിക്കോ കേട്ടോ. ഞാൻ ഡോക്ടർ സജിമോൻ ആക്കിയിട്ടില്ല. ഓക്കെ. ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. അറിയാമോ? കേൾക്കാമോ? ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഡിസ്കഷൻ ഗർഭാശയ ക്യാൻസർ പാർട്ട് 1 എന്നുള്ളതാണ്. സ്ത്രീകളുടെ ഗർഭാശയത്തെ ബാധിക്കുന്ന ക്യാൻസർ എന്നതിലുപരി ഏറ്റവും കൂടുതൽ ഹോമിയോ ഡോക്ടർമാർക്ക് കേസ് വരുന്ന ഒരു പാർട്ടാണിത്. പല വിധത്തിലും പല രീതിയിലും ആയിരിക്കും ഡോക്ടർമാരെ തേടി കേസുകൾ എത്തുന്നത്. അതിലുപരി ഗർഭാശയ ക്യാൻസറിന്റെ സാധ്യതകൾ പഠിക്കുക, ഗർഭാശയത്തിൽ വരുന്ന ക്യാൻസർ കോശങ്ങളുടെ സവിശേഷതകൾ, അവിടെയുള്ള മാറ്റങ്ങൾ, അതുപോലെ തന്നെ പ്രീ ക്യാൻസറസ് കണ്ടീഷൻ ഓഫ് മാലിഗ്നൻസി ഇൻ യൂട്രസ് എന്നിവയൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യപൂർവം പഠിക്കേണ്ടതും വീക്ഷിക്കേണ്ടതുമായ ഒരു സബ്ജക്റ്റാണ് ഇന്നത്തേത് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ക്യാൻസർ ചികിത്സയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ പ്രീ ക്യാൻസർ സ്റ്റേജിലേക്കുള്ള ഒരു വസ്തുതാപരമായ ശതമാനം ആളുകൾ ഹോമിയോ ഡോക്ടർമാർക്ക് എത്താറുണ്ട്. പലപ്പോഴും അത് അപഗ്രഥിക്കുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിന് ശേഷം ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് യൂട്രൈൻ ക്യാൻസർ ആണ് എന്നുള്ളതാണ് വസ്തുത. ആർത്തവ വിരാമത്തിന് ശേഷവുമുള്ള രക്തസ്രാവവും അസാധാരണമായ ആർത്തവം, രക്തസ്രാവം, അടിവയറ്റിലെ വേദന എന്നിവ കൂടുതലും പ്രാധാന്യപൂർവം രോഗലക്ഷണങ്ങളായി കണ്ടുവരുന്ന ഒരവസ്ഥ മാത്രമായിരിക്കും സ്ത്രീകളിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഗർഭാശയത്തെ ബാധിക്കുന്ന ക്യാൻസർ കൂടുതലും 55-നും 64-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിലാണ് കണ്ടുവരുന്നത്. ഹോർമോൺ വ്യതിയാനങ്ങൾ, അമിതവണ്ണം, പ്രമേഹം, പാരമ്പര്യ ഘടകം എന്നിവ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇതിന് കൂടുതലായും ഗർഭാശയത്തിലെ ആന്തരികമായ പാളിയില് ഒരു എൻഡോമെട്രിയലിലേക്കാണ് കൂടുതലും സാധാരണയായി ക്യാൻസർ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതെല്ലാം നമുക്ക് ഡോക്ടർമാരായ നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ വസ്തുതാപരമായിട്ട് കാർസിനോമ യൂട്രസിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെന്റിലേക്ക് കടക്കുന്നതിലുപരി
കാർസിനോമ സ്റ്റേജസിന്റെ ആദ്യ ഘട്ടങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഏറ്റവും കൂടുതൽ പഠന വിധേയമാക്കേണ്ടത് എന്നുള്ളതാണ് ശരിയായ രീതി. കാരണം എന്നാൽ മാത്രമേ ക്യാൻസർ യൂട്രസ് ട്രീറ്റ്മെന്റിലേക്ക് കടക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിൽ മാത്രമേ യൂട്രൈൻ ക്യാൻസർ പലപ്പോഴും പ്രസന്റ് ചെയ്യാറുള്ളൂ. എന്നാൽ ക്ലിനിക്കൽ ആസ്പെക്റ്റിൽ കാർസിനോമ സ്റ്റേജ് 0 പ്രീ ക്യാൻസർ കണ്ടീഷൻസ് ധാരാളമായിട്ട് ഹോമിയോ ഡോക്ടർമാരിൽ ട്രീറ്റ്മെന്റിന് വിധേയരായ ആളുകൾ എത്താറുണ്ട്. അതുകൊണ്ട് അത് വളരെ പ്രസക്തമാണെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും അൾട്രാസൗണ്ട് സ്കാനില് അല്ലെങ്കിൽ അഡ്വാൻസ് സ്റ്റേജ് ആയിട്ട് മറ്റ് ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയവര് 5% പേരാണെങ്കിലും നമ്മൾ USG ചെയ്ത് പല കേസിൽ നോക്കുമ്പോഴാണ് പ്രീ ക്യാൻസറസ് കണ്ടീഷൻ ഓഫ് യൂട്രസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. അത് പലപ്പോഴും ഒരു ഗൈഡഡ് ബയോപ്സിയുടെ പ്രൊസീഡറിലായിരിക്കും ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത്. അത് പലപ്പോഴും എൻഡോമെട്രിയൽ പ്രീ ക്യാൻസർ ഒരു എറ്റിപ്പിക്കൽ ഹൈപ്പർപ്ലാസിയ എന്ന് പറയുന്ന ലെവലിലേക്കായിരിക്കും. നമുക്ക് ഏവർക്കും അറിയാം പതോളജി ഫൈൻഡിങ്സിൽ എറ്റിപ്പിക്കൽ ഹൈപ്പർപ്ലാസിയ ലെവലിലേക്ക് ഇത് സംജാതമാകുന്നു. ഇതിനെപ്പറ്റിയാണ് നമ്മൾ കൂടുതൽ പഠിച്ചാൽ യൂട്രൈൻ ക്യാൻസറിന്റെ മാനേജ്മെന്റ് എളുപ്പമായിരിക്കും. അപ്പം നമ്മൾ സാർവത്രികമായിട്ട് ഗൈഡഡ് അൾട്രാസൗണ്ട് ചെയ്യുകയും അതിൻ്റെ കൂടാതെ തന്നെ അതിനോടൊപ്പമുള്ള ബയോപ്സി പ്രൊസീഡറിലേക്ക് കടക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ മെഷർമെന്റ് വളരെ പ്രധാനമാണ്. കാരണം USG ഇന്റർപ്രിട്ടേഷന് നമ്മൾ പലപ്പോഴും അൾട്രാസോണോഗ്രാഫിക് കോറിലേഷൻ എന്ന് പറയുകയല്ലാതെ ചിലപ്പോൾ അതിൻ്റെ സാധ്യതകളെ പറ്റിയോ ഒന്നും വിവരിക്കണമെന്നില്ല നമുക്ക് മുമ്പിൽ കിട്ടുന്ന റിപ്പോർട്ടുകളിൽ. അപ്പം ആ എൻഡോമെട്രിയൽ തിക്നെസ്സിന് 4.5 മില്ലിമീറ്റർ കുറവാണെങ്കിൽ അത് പോസ്റ്റ് മെനിപ്പോസൽ പിന്നെ ഒരു സ്ത്രീ ആണെങ്കിൽ അത് ഇറഗുലാരിറ്റീസ് തിക്കൻ്റെ ഏരിയയും ട്രിഗർ അതിൻ്റെ ട്രിഗർ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ഫർദർ ഡീറ്റെയിൽ സ്റ്റഡിക്കായിരിക്കും USG നമുക്ക് നൽകുന്ന സൂചന. 4.5 മില്ലിമീറ്റർ താഴെയുള്ള ഒരു പോസ്റ്റ് മെനിപ്പോസൽ ലേഡിയുടെ വളരെ ഗൗരവമായിട്ട് തന്നെ അത് ക്യാൻസർ കെയറിലേക്ക് പോകാൻ സാധ്യതയുള്ളതെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാനുള്ളത്. അതുപോലെ തന്നെ ആ സ്റ്റേജിലുള്ള ഒരു ബയോപ്സി റിപ്പോർട്ട് പല മെത്തേഡുകൾ കൊണ്ട് പിപ്പല്ലെ ബയോപ്സി എന്ന് പറയാം, DNC വിത്ത് USG, ഹിസ്റ്റോസ്കോപ്പി പ്ലസ് USG എന്നീ മെത്തേഡിൽ കൂടെ ആയിരിക്കും ഇതിൻ്റെ ഒരു ഗൈഡൻസിന് വേണ്ടി ആശ്രയിക്കുന്നത് നമ്മൾ. ഹിസ്റ്റോപാതോളജിക്കലിൽ എപ്പോഴും അതിൻ്റെ അവരുടെ ഒരു പിന്നെ ഒരു ലെവലിൽ അതിൻ്റെ മെഷർമെന്റിൽ ബിലോ 1 മില്ലിമീറ്റർ ബിലോയിലുള്ള ആ സൈസ് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അത് ശരിക്കും പ്രീ ക്യാൻസറസ് കണ്ടീഷൻ ആയി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഈ ഡയഗ്നോസിൽ പിന്നെ നമ്മൾ അങ്ങനെ ഡയഗ്നോസിസ് വന്നു കഴിഞ്ഞാൽ അത് പ്രൊഗ്നോസ്റ്റിക് ട്രീറ്റ്മെന്റിലേക്ക് കടക്കുകയോ സർജിക്കൽ ഓപ്ഷനിലേക്കോ അല്ല റിപ്പീറ്റ് ഫോളോ അപ്പിലേക്കോ ആ ഡോക്ടറെ പറയേണ്ടതായിട്ട് വരുന്നു. ഹിസ്റ്റോപാതോളജിക്കൽ ആ മെഷർമെന്റ് 1 മില്ലിമീറ്റർ താഴെ ഒരു ലെവലിലേക്ക്, പ്രത്യേകിച്ച് എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലാസിയയിൽ അങ്ങനെ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ഒരു കൃത്യതയോടുകൂടി ഒരു പ്രീ ക്യാൻസറസ് കണ്ടീഷൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഡിസ്പ്ലേസിയ എന്ന് പറയുന്ന ആ ലെവലിലേക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഹൈപ്പർപ്ലാസിയ, ഡിസ്പ്ലേസിയ, തിക്കനിങ് എന്നീ ടേമുകളിലൊക്കെ ആയിട്ടായിരിക്കും നമ്മുടെ മുമ്പിൽ പേഷ്യന്റ്
റിപ്പോർട്ടുമായിട്ട് എത്തുക. അപ്പൊ ആ തിക്കൻഡ് എൻഡോമെട്രിയം ഒരു പോസ്റ്റ് മെനിപ്പോസൽ സ്റ്റേജിലാണെങ്കിൽ 4.5 മില്ലിമീറ്റർ താഴെ ആണെങ്കിൽ ആയിരിക്കണം. അത് താഴെയാണ് അബ്നോർമൽ ആവുകയും, അതൊരു പ്രീ മെനിപ്പോസൽ ലേഡി ആണെങ്കിൽ 16 മില്ലിമീറ്റർ താഴെ, അതുപോലെ തന്നെ അതിന്റെ ഇറഗുലർ ലെവല് അത് ഇറഗുലർ ലെവലിലേക്കുള്ള സർഫസ് ആണെങ്കിൽ അത് കൂടുതൽ പ്രീ ക്യാൻസറസ് കണ്ടീഷനായിട്ട് മാറി എന്ന് നമ്മൾ വിചാരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറഗുലർ എൻഡോമെട്രിയൽ എക്കോജനിസിറ്റി പലപ്പോഴും അൾട്രാസൗണ്ട് പറയുന്ന ടേമാണ്. അത് പലപ്പോഴും വൈവിധ്യമാർന്ന അതിന്റെ സർഫസ് വൈവിധ്യമായിരിക്കും. ഒരു ഫോക്കൽ ലീഷൻസ് അവിടെ ഡെവലപ്പ് ആണെന്നുള്ളത് നമ്മൾ അനുമാനിക്കേണ്ടതായിട്ടുണ്ട്. ഫോക്കൽ ലീഷൻ എന്ന ശരീരത്തിലെ എന്തെങ്കിലും ഒരു നിശ്ചിത ഭാഗത്ത് ചുറ്റുമുള്ള കോശത്തിൽ നിന്ന് വ്യത്യാസപരമായിട്ട് കാണപ്പെടുന്ന തകരാറോ അല്ലെങ്കിൽ അസാധാരണമായ മാറ്റങ്ങൾ എന്നിവയാണ് ഈ ഫോക്കൽ ലീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഫോക്കൽ ലീഷൻ ഒരു പോളിപ്പ് ലൈക്ക് ഗ്രോത്ത് ആയിരിക്കാം. അതിൻ്റെ ഇൻക്രീസ്ഡ് വാസ്കുലാരിറ്റി ആ സർഫസിൽ ഉണ്ടായിരിക്കും എന്നിവയൊക്കെ ഈ അൾട്രാസൗണ്ട് ഗ്രാഫിൽ നമ്മുടെ മുമ്പിൽ ഇന്റർപ്രറ്റ് ചെയ്ത് വരും. അത് പലപ്പോഴും അല്ലെങ്കിൽ USCയുടെ ലെവൽ ഫ്ലൂയിഡ് ക്യാവിറ്റി അല്ലെ മയോമെട്രിയൽ ജംഗ്ഷനിൽ വരുന്ന മാറ്റങ്ങൾ എന്നിവയെല്ലാം അൾട്രാസൗണ്ടിൽ കൃത്യതയോടുകൂടി വിവരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും യൂട്രസിൽ വരുന്ന ക്യാൻസറില് ആ പ്രീ ക്യാൻസറസ് സെല്ലിന്റെ ചേഞ്ച് യൂട്രസിൽ വരുന്നതിന് ഒരു അസാധാരണത്വം എന്ന് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പല രീതിയിലുള്ള ഡിസ്പ്ലേസിയകൾ കണ്ടുവരുന്നുണ്ട്. അത് ഒന്ന് സെർവിക്കൽ ഡിസ്പ്ലേസിയാണ്. സെർവിസ് എന്ന് പറയുന്ന ലോവർ പാർട്ട് ഓഫ് യൂട്രസ് ദാറ്റ് ഓപ്പൺ ഇൻ ടു ദ വജൈന. അപ്പം ആ സെർവിക്കൽ ഇൻട്രാ എപ്പിത്തീലിയം നിയോപ്ലാസ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് കോമൺലി നമ്മുടെ മുമ്പിൽ കാണാറുണ്ട്. അതുകൂടാതെ തന്നെ സ്ക്വാമസ് ഇൻട്രാ എപ്പിത്തീലിയൽ ലീഷൻസും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് മൈൽഡ് തൊട്ട് സിവിയർ സ്റ്റേജിലേക്കും നമ്മൾ കണ്ടുവരും. എന്നാൽ ഇതില് സെർവിക്കൽ ഇൻട്രാ എപ്പിത്തീലിയൽ നിയോപ്ലാസത്തില് കാർസിനോമ സിറ്റു ലെവൽസ് ഗ്രേഡ് 3 ആണെങ്കിൽ അത് ഹൈ റിസ്ക് ക്യാൻസർ ആയിട്ട് നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ എൻഡോമെട്രിയൽ ഡിസ്പ്ലേസിയ വേറൊരു ലെവലാണ്. അത് എൻഡോമെട്രിയ എന്ന് പറയുന്ന യൂട്രസ് ലൈനിങ് ഇന്നർ പാർട്ട് ഓഫ് ദ യൂട്രസ്. അത് എറ്റിപ്പിക്കൽ എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലാസിയ കൂടുതലും എറ്റിപ്പിക്കൽ ഹൈപ്പർപ്ലാസിയ ഓഫ് എൻഡോമെട്രിയം കൺസിഡേർഡ് ആസ് എ ട്രൂ പാർട്ട് ഓഫ് ട്രൂ പ്രീ ക്യാൻസർ കണ്ടീഷനിലായിരിക്കും. അത് കൂടുതലും 30 to 40% ട്രീറ്റ്മെന്റ് ചെയ്തില്ലേ അത് ക്യാൻസർ ആയിട്ട് രൂപാന്തരപ്പെടാറുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് കൂടുതൽ എൻഡോമെട്രിയൽ ഡിസ്പ്ലാസിയയ്ക്ക് കാരണക്കാരൻ ഹൈ ലെവൽ ഓഫ് ഈസ്ട്രോജനും ആ ലെവലിൽ ഇനഫായിട്ട് പ്രൊജസ്ട്രോണും കാണാത്ത അവസ്ഥയിലും ഒബേസിറ്റി, ഡയബറ്റിസ് മെലിറ്റസ്, PCOS ചേഞ്ചസ് എന്നിവ ഇതിനൊരു പ്രധാന റിസ്ക് ഫാക്ടറായിട്ട് കണ്ടുവരുന്നു. ഇതൊക്കെയാണ് ഈ പ്രീ ക്യാൻസറസ് കണ്ടീഷന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പലപ്പോഴും പ്രീ ക്യാൻസറസ് കണ്ടീഷനിലെ ക്യാൻസറായിട്ട് രൂപാന്തരപ്പെടുന്ന സാധാരണയുള്ള ക്യാൻസർ അഡിനോകാർസിനോമ ഓഫ് യൂട്രസ് ആണ്. അത് പലപ്പോഴും എൻഡോമെട്രോയിഡ് അഡിനോകാർസിനോമ
സിറസ് അഡിനോകാർസിനോമ, ക്ലിയർ സെൽ അഡിനോകാർസിനോമ എന്നീ ടൈപ്പുകളുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ ലെവൽ ഓഫ് ഈസ്ട്രോജൻ വിത്തൗട്ട് ഇനഫ് പ്രൊജസ്ട്രോൺ, ഒബേസിറ്റി, ജനറ്റിക് ഫാക്ടർ, PCOS എന്നിവ കൊണ്ട് ഇത് കൂടുതലും കണ്ടുവരും. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഹിസ്റ്റോപതോളജി ലെവലിൽ തന്നെ പലപ്പോഴും നമുക്ക് നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് പലപ്പോഴും ഒരു അസൈക്ലിക്കൽ ബ്ലീഡിങ്, മെറ്ററോജിയ, അതുപോലെ ബിറ്റ്വീൻ ദ പീരീഡ്സ് വരുന്ന സൈക്കിൾസുകൾ എന്നിവ ഒക്കെ ആയിരിക്കും. അതുപോലെ ലോവർ അബ്ഡോമിനൽ പെയിന്, ഇങ്ങനെ ഏതാനും ചില സിംറ്റംസ് മാത്രം കണ്ട് നമ്മുടെ മുമ്പിൽ പേഷ്യന്റ് വരികയും അവരെ നമ്മൾ വളരെ ഇന്റലക്ച്വലായിട്ട് അവരെ ഇന്റർപ്രറ്റ് ചെയ്തില്ലെങ്കിൽ വളരെയധികം റിസ്കിലേക്ക് അവർ പോവുകയും ചെയ്യുന്നു എന്നുള്ള വസ്തുത. അപ്പൊ നമുക്ക് അതിനുള്ള ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോള് വളരെ ഫലവത്തായി കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഈ ഏർലി ക്യാൻസർ ഡിറ്റക്ഷന് നമ്മൾ ഉപയോഗിക്കുന്ന USG ഗൈഡഡ് ബയോപ്സി, ഇങ്ങനെ ആധുനിക വൈദ്യശാസ്ത്രത്തെ അവലംബിക്കുന്ന മാർഗങ്ങളുണ്ടെങ്കിലും ഇതിന്റെ ക്യാൻസർ ബയോളജിയെ പറ്റി വളരെയധികം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു ഫലവത്തായ മരുന്ന് നൽകി ആദ്യഘട്ടത്തിൽ തന്നെ ഇതൊരു അഡ്വാൻസ്ഡ് ആകാതെ പോകാൻ നമുക്ക് ട്രീറ്റ്മെന്റിൽ വളരെ ഗുണകരമായി തീരും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഒരു ക്യാൻസർ ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ അഡിനോകാർസിനോമയുടെ ലെവലിലേക്ക് വരുന്ന, അതുപോലെ ഇൻട്രാഎപ്പിത്തീലിയൽ ഡിസ്പ്ലാസിയ സെർവിക്സിലോ അല്ലെ എൻഡോമെട്രിയലിലോ വരുമ്പോൾ നമ്മൾ ആ സ്റ്റേജ് 0, 1, 2 എന്നീ സ്റ്റേജുകൾ ഉള്ള അവസ്ഥകള് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതെ പ്രത്യേക സ്ഥലത്ത് കേന്ദ്രീകരിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള സ്റ്റേജിലുള്ള വ്യക്തികളെ നമുക്ക് മുമ്പിൽ വളരെയധികം നമ്മൾ കാണാറുണ്ട്, എല്ലാ ഡോക്ടേഴ്സും. അപ്പൊ ആ ഏർലി ക്യാൻസർ സ്റ്റേജിലുള്ള ക്യാൻസർ കോശങ്ങളുടെ അനിയന്ത്രിതമായ സവിശേഷതകൾ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന റൂബ്രിക്സുകൾ സെലക്ട് ചെയ്ത് അതിനനുസരിച്ചുള്ള ഒരു ശാരീരിക മാനസികമായിട്ടുള്ള മരുന്നുകൾ നൽകുമ്പോഴാണ് അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗായിട്ട് മാറുന്നത്. അങ്ങനെ കണ്ടെത്തുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗുകൾക്ക് വളരെ ഫലവത്തമായ ചികിത്സ, അതുപോലെ തന്നെ നല്ല ഗുഡ് റിസൾട്ട് കണ്ടുവരാറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ തൂജ, കൽക്കേരിയ കാർബ്, ലാക്കസിസ്, പൾസാറ്റില, സിലീഷ്യ, ഇതൊക്കെ ഇത്തരം മരുന്നുകളെ കൊണ്ടൊക്കെ ഒരു പ്രീ ക്യാൻസർ സ്റ്റേജ് എൻഡോമെട്രിയൽ ലൈനിങ് വരുന്ന ഹൈപ്പർപ്ലസിയോ അല്ലെങ്കിൽ സെർവിക്സിലുള്ള ലൈനിങ് ഹൈപ്പർപ്ലസിയോ ഒക്കെ നമുക്ക് അത് ഇൻഡിക്കേറ്റർ റെമഡി ആണെങ്കിൽ നമുക്ക് നൽകി രോഗിയെ സുഖപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് ശരി. അതുപോലെ നമ്മള് ക്യാൻസർ യൂട്രസിൽ ഏറ്റവും കൂടുതൽ ഹോർമോൺ ഇംബാലൻസ്, ഈസ്ട്രോജന്റെ അളവ് കൂടുതൽ, പ്രൊജസ്ട്രോണിന്റെ അളവ് കുറയുക, അതുപോലെ അമിതവണ്ണം ഉള്ളവരിൽ വരുന്ന മെറ്റബോളിക് ഡിസോർഡറുകൾ, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോംസ്, നിരന്തരമായ പാരമ്പര്യ ഘടകങ്ങളിൽ പെടുന്നവർ, ഇവരുടെ എല്ലാം ഒരു ഹിഡൻ നേച്ചർ ആയിരിക്കും ആ വ്യക്തികൾ വരുന്നത്. ആ ഉറങ്ങിക്കിടക്കുന്ന ഒരു സവിശേഷത, ക്യാൻസറിന്റെ ഉറങ്ങിക്കിടക്കുന്ന ഒരു സവിശേഷത ഒരു ഡൊമിനന്റ് സെല്ലായിട്ടത് നമ്മള് അൺഡിറ്റക്റ്റഡ് അല്ലാതെ തന്നെ കണ്ടുവരുന്ന ഒരു അവസ്ഥ വ്യക്തികളിൽ സംജാതമാകാറുണ്ട്. ഇത് ആ ക്യാൻസർ സെല്ലിന്റെ ഹിഡൻ ലെവൽ അതിനനുസരിച്ച് വ്യത്യസ്തമായ രീതിയിലുള്ള മരുന്നുകൾ നമ്മൾ നൽകേണ്ടതായിട്ട് വരും. അപ്പൊ അതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ പലപ്പോഴും ടോട്ടാലിറ്റി ഓഫ് സിംറ്റംസിലും ആ വ്യക്തിയുടെ സവിശേഷതകൾ കണക്കിലെടുത്ത് പാരമ്പര്യ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മനസ്സിലാക്കി കൃത്യതയോടുകൂടി മരുന്ന് നൽകേണ്ടതായി വരും. ഉദാഹരണം പറഞ്ഞാല് കാർസിനോസിന്, അതുപോലെ തന്നെ ഹിസ്റ്റോപതോളജി എല്ലാവരും കണ്ടുവരുമ്പോൾ ഒരു പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ നമ്മൾ തയ്യാറാക്കേണ്ടി വരും.
അതെല്ലാം അതിൻ്റെ എല്ലാം ഉദാഹരണമായിട്ട് കൂടുതലും നമുക്ക് കിട്ടുന്ന കാർസിനോസിൻ വരാം, മെഡോർണം വരാം, സൈക്കോട്ടിമിയാസിലുള്ള പല മരുന്നുകളും നമുക്കത് കൃത്യതയോട് നൽകാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡിനോകാർസിനോ, നിയോപ്ലാസം ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂസ്, ഏറ്റവും കൂടുതൽ യൂട്രൈൻ ക്യാൻസർ വരുന്ന അഡിനോകാർസിനോമയാണ്. അത് എപ്പിത്തീലിയൽ ടിഷ്യൂസിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ സ്ക്വാമസ് സെൽ കാർസിനോമ അൺകൺട്രോൾഡ് ഗ്രോത്ത് ആയിരിക്കും പ്രസന്റ് ചെയ്യുന്നത് ശരീരത്തിൽ. അതുപോലെ തന്നെ അതൊക്കെ ബയോപ്സിയിലെ നമുക്കത് കാണാൻ പറ്റുകയുള്ളൂ. പിന്നെ കൂടുതൽ സവിശേഷത ഒരു മരുന്നിന്റെ സെലക്ഷൻ വരുമ്പോൾ ക്യാൻസർ ഡയാത്തസിസിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും. ഒരു ക്യാൻസറിന്റെ അന്തർലീനത്വം ആ ശരീരത്ത് സംജാത വ്യക്തിക്ക് ക്യാൻസറിന്റെ അന്തർലീനത്വം മനസ്സിലാക്കാനുള്ള, ആ രോഗം വരാനുള്ള ഒരു സവിശേഷത ആ വ്യക്തിക്കുണ്ടെങ്കിൽ അത് അതിന്റെ ഫാമിലി ഹിസ്റ്ററി നോക്കുക. അതുപോലെ തന്നെ അലോപ്പതിയിലെ റിപ്പീറ്റഡ് വാക്സിനേഷന്റെ സപ്രഷന്, അതുപോലെ ഹെപ്പാറ്റിക് ഇൻസഫിഷ്യൻസി, ജനറൽ സ്റ്റേറ്റ് ഓഫ് ഇൻടോക്സിക്കേഷൻ എന്നീ ഫാക്ടേഴ്സുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്യാൻസർ ഡയാത്തസിന്റെ ഒരു മാനേജ്മെന്റ് നമുക്ക് കണ്ടുവരാം. അപ്പൊ നമ്മുടെ ഹോമിയോപ്പതി ക്യാൻസർ ഡയാത്തസിന് ഏറ്റവും കൂടുതൽ വിവരിക്കുന്ന മരുന്ന് ആഴ്സനിക് ആൽബ്, അതുപോലെ കൽക്കേരിയ ഫ്ലോറേറ്റം, കാർബോവേജ, കാർബോ അനിമാലിസ്, കോസ്റ്റിക്കം ഗ്രാഫൈറ്റിസ്, ഐഡം എന്നീ നിരവധി മരുന്നുകൾ നമുക്ക് ക്യാൻസർ ഡയാത്തിസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ക്യാൻസർ കോശങ്ങളുടെ ചെറിയ ശേഖരം യൂട്രസിൽ കണ്ടുവരാറുണ്ട്. വളരെ മൈന്യൂട്ട്നെസ് ആയിട്ട് യഥാർത്ഥ ട്യൂമറിൽ നിന്ന് പുറത്തു വരികയും അത് ലിംഫാറ്റിക് വാസ്കുലാർ സിസ്റ്റം വഴി ശരീരത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് വ്യാപിക്കുന്ന ഒരു വലിയ ഒരു പ്രതിഭാസം ഇന്ന് സ്ത്രീകളിൽ കണ്ടുവരുന്നുണ്ട്. അതിന് മൈക്രോ മെറ്റാസ്റ്റാസിസ് എന്നാണ് പറയുന്നത്. ഇത് പലപ്പോഴും സ്ക്രീനിങ്ങിൽ കണ്ടെത്താൻ കഴിയില്ല. മമ്മോഗ്രാം, MRI, USG, പെറ്റ്, CT ഒന്നും ഇത് കണ്ടുവരും. എന്നാൽ ഈ വ്യക്തിക്ക് കൃത്യമായിട്ട് തന്നെ ചെറിയ ക്യാൻസർ ഡെവലപ്പ് ചെയ്യുന്ന യൂട്രസിൽ നിന്നാണെങ്കിലും അത് എക്സ്റ്റെൻഡ് ചെയ്ത് ലിംഫാറ്റിക് സ്പ്രെഡ് കൂടെ മറ്റ് സൈറ്റിലേക്ക് പോകുന്ന ഒരു രീതിയിലും ക്യാൻസർ യൂട്രസിലെ ഒരു ഫാക്ടറായിട്ട് കണ്ടുവരുന്നുണ്ട്. യഥാർത്ഥ ക്യാൻസറിൽ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ബാധിക്കുന്ന മെറ്റാസ്റ്റസിനെയാണ് മൈക്രോ മെറ്റാസ്റ്റസ് എന്ന് പറയുന്നത്. ഇത് സെൻട്രൽ ലിംഫാറ്റിക് സിസ്റ്റത്തിലേക്കാണ് കൂടുതൽ. ഇതിനെ ത്വരിതപ്പെടുത്തുന്നതിന് ഹോർമോണിന് ഒരു പ്രത്യേക പങ്കുണ്ട്. അത് നമ്മൾ കൃത്യതയോടുകൂടി മനസ്സിലാക്കേണ്ടതാണ്. അടുത്തതെന്ന് പറഞ്ഞ ഒരു നോസോഡിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രങ്കിനെ പറ്റിയും ക്യാൻസർ ഡയാത്തസിനെ പറ്റിയും അതുപോലെ തന്നെ മൈക്രോ മെറ്റാസ്റ്റസിന്റെ സവിശേഷതകൾ എന്നിവയെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ യൂട്രൈൻ ക്യാൻസറിന്റെ ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷൻ നോസോഡ്സിന് പ്രധാന പങ്കുണ്ട്. അത് സിറ്റുവേഷണൽ റെമഡികളില് ഇന്റർകറന്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗിന്റെ ഇന്റർകറന്റ് ആയിട്ട് കൂടുതൽ ഉപയോഗിച്ച രോഗവിരോധി തടയാനും ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ ഇതിനെ ഉൾപ്പെടുത്തുകയും ചെയ്താൽ നല്ല റിസൾട്ട്. ഉദാഹരണം പറഞ്ഞാൽ ട്യൂബർ കുലം, കൊണിയം, മെഡോർണം, മലാൻഡ്രം ഇതെല്ലാം ഈ ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകളാണ്. ഇത് വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ വളരെ ആപ്ലിക്കബിൾ ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന മരുന്നുകളാണ്. അത് ശസ്ത്രക്രിയ, അതുപോലെ തന്നെ നമ്മൾ ശസ്ത്രക്രിയക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ള രോഗികളൊക്കെ റെഫറൻസ് ചെയ്യേണ്ടി വരും. അപ്പം ആ ഹൈപ്പർപ്ലാസിയ അല്ലെ ചെറിയ പിന്നെ പോളിക്കോയിഡ് ഗ്രോത്തുകള്, എൻഡോമെട്രിയ തിക്നെസ് ഇതൊക്കെ ക്യൂർട്ടേജ് ചെയ്യുകയോ ഡീബൾക്ക് ചെയ്യുകയോ ചെയ്യും. അപ്പോഴും നമ്മുടെ മരുന്നിന് വളരെയധികം പ്രസക്തമായ രീതിയിലുണ്ട്. പിന്നീടുള്ള ഘട്ടങ്ങളിൽ കൂടുതലും ഉള്ള പിന്നെ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ബയോപ്സി എടുക്കുന്നതിന് മുമ്പ് ഓപ്പറേഷൻ ചെയ്യുകയും അത് ഫോളോ അപ്പിനെ വിധേയമാക്കാൻ പറയുന്ന എല്ലാ കേസുകളും ഹോമിയോപ്പതി ചികിത്സയിൽ നല്ല ഫലവത്തായ ചികിത്സ നൽകാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അത് കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി എന്നിവ നൽകുന്നതിനോടൊപ്പവും ഇങ്ങനെയുള്ള മരുന്ന്, കാരണം ഇന്ന് ഏറ്റവും കൂടുതലുള്ള അലോപ്പതി സിസ്റ്റത്തിലുള്ള
ഓൺകോളജിക്കൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഹൈപ്പർപ്ലേസിയ കണ്ടെത്തിയതിന് ശേഷവും ഉടൻ തന്നെ അവരെ ക്യൂർട്ടിങ് ഡീബൾക്കിന് മുമ്പ് തന്നെ റേഡിയേഷൻ നൽകുന്ന ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഒരു രീതി ഇന്ന് മോഡേൺ മെഡിസിനിലുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോള് അവർക്ക് നൽകേണ്ടതായിട്ട് വരുന്നു. ആ സ്റ്റേജിൽ നമ്മൾ പ്രത്യേകമായിട്ടുള്ള മരുന്നുകൾ നൽകേണ്ടതായിട്ടും വരും. കീമോ, റേഡിയേഷൻ, ഇമ്മ്യൂണോതെറാപ്പി എന്നിവയ്ക്കൊപ്പം മരുന്നുകൾ നൽകേണ്ടതായിട്ട് വരും. അതുപോലെ ശസ്ത്രക്രിയക്ക് മുമ്പ് കൊടുക്കുക എന്ന് പറയുന്ന ചിലപ്പോൾ റേഡിയേഷൻ കഴിഞ്ഞായിരിക്കും ശസ്ത്രക്രിയ ചെയ്യുന്നത്. ആ ലെവലിലും നമ്മൾ മനസ്സിലാക്കി ചില മരുന്നുകൾ നൽകേണ്ടതായിട്ട് വരുന്നുണ്ട്. ആദ്യമായിട്ട് ആ കൂട്ടത്തിൽ നമ്മുടെ പ്രോട്ടോക്കോളിൽ എയർലി ഡിറ്റക്ഷൻ ക്യാൻസർ ഓഫ് യൂട്രസില് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന സോർണം മരുന്ന് തന്നെയാണ്. സോർണം മരുന്നാണ്. സോർണം എന്ന് പറയുന്ന ആൽക്കലോയിഡ് എക്സ്ട്രാക്ട് ഓർ സ്കാബീസ് വപ്പ് ഓർ പസൽസ്. ഇത് ഒരു സൂപ്രാഹെഡഡ് ഡ്രഗാണ് ഓൺകോളജിയിൽ. നമ്മൾ പലപ്പോഴും ഒരു കോംപ്ലക്സ് ആന്റി ട്യൂമർ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. അപ്പോൾ ഫാഗോസൈറ്റ്സ് ഡിഫക്റ്റ്, പ്രവർത്തനരഹിതം, ഫാഗോസൈറ്റിന്റെ പ്രവർത്തനരഹിതം, അതുപോലുള്ള അവിടെ വരുന്ന വ്യത്യാസങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇങ്ങനെയുള്ള ക്യാൻസർ കേസുകൾക്ക്, യൂട്രൈൻ ക്യാൻസർ പ്രത്യേകിച്ച്, സോർണം വളരെയധികം ഫലവത്താണ്. അപ്പൊ അതിൻ്റെ അകത്തൊരു പതോ ഫിസിയോളജി എന്ന് പറയുന്നത് ക്രോണിക് ഗ്രാനുലോമറ്റസ് ഡിസീസിനെതിരായിട്ട്, ലിംഫഡിനൈറ്റിസിനെതിരായിട്ടും ഒക്കെ ഇത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പം പാരമ്പര്യമുള്ള ക്യാൻസർ കോശങ്ങൾക്കെതിരായിട്ട് കൂടുതലും ഒരു വ്യക്തിക്ക് ക്യാൻസർ സാധ്യത വർദ്ധിക്കാൻ സാധ്യത, അങ്ങനെ ഉണ്ടായ ക്യാൻസർ ഒരു ഹൈപ്പർപ്ലസിയയ്ക്ക് സോർണം നമുക്ക് സജസ്റ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ ജനറ്റിക്കൽ കാരണം കൊണ്ട് ആ മ്യൂട്ടേഷനെ ബ്രേക്ക് ചെയ്യാനും സോർണത്തിന് കഴിവുണ്ട്, പ്രത്യേകിച്ച് യൂട്രൈൻ ക്യാൻസറിന്. കൂടാതെ തന്നെ ബ്രസ്റ്റ്, കോളൻ, സ്റ്റൊമക്ക്, പ്രോസ്റ്റേറ്റ്, ഇതിനെല്ലാം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മരുന്നാണ് സോർണം. സോർണത്തിന്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ട്യൂമർ റെസ്പോൺസ് ആണ്. പലപ്പോഴും സിംഗിൾ ഡോസിൽ തന്നെ സോർണം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ 6 പൊട്ടൻസി, 200, 1 എന്ന സിംഗിൾ പൊട്ടൻസി പോലും സോർണം നല്ലപോലെ പ്രവർത്തിച്ച് കണ്ടുവരുന്നുണ്ട്. അതുപോലെ ഇൻക്രീസ് ക്യൂർ റേറ്റ് കൂടുതലാണ്, പ്രത്യേകിച്ച് സർജറിക്കും റേഡിയോതെറാപ്പി, കീമോതെറാപ്പി ശേഷം യൂട്രൈൻ ക്യാൻസറിന് വരുന്ന എല്ലാ ക്യാൻസറിന് സോർണം വളരെ റിമാർക്കബിൾ ആണ്. ഇതിനകത്തൊരു പതോഫിസിയോളജിയുടെ സമയക്കുറവ് കൊണ്ടുണ്ട്, കൃത്യമായിട്ട് അത് വിവരിക്കുന്നില്ല. അതുപോലെ തന്നെ ഞാൻ പണ്ട് നേരത്തെ ക്ലാസ് എടുത്തിട്ട് പറഞ്ഞപ്പോഴും ഇതിൻ്റെ അകത്ത് സോർണം ഒരു സപ്പോർട്ടീവ് കെയർ ആണ്. ഏറ്റവും കൂടുതൽ സംയോജിത പ്രവർത്തനങ്ങൾ നൽകുന്ന ഒരു മരുന്നാണ്. പ്രത്യേകിച്ച് ഇൻഫെക്ഷൻ കൺട്രോൾ ആകുക, സ്ത്രീകളുടെ ജനിതക അവയവങ്ങളിൽ വരുന്ന ഇൻഫെക്ഷൻസ് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന സ്റ്റേജുകളിൽ ഹൈപ്പർപ്ലാസിയ ലെവല് വന്നാലും അത് കൂടുതലും ലോവർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, സെർവിസൈറ്റിസ്, മറ്റ് ഫലോപ്പിയൻ ട്യൂബുകളുള്ള സാൽപിഞ്ചൈറ്റിസ്, ഇതിനെല്ലാം കൃത്യമായിട്ട് തന്നെ ആന്റിബയോട്ടിക്കിന് ശേഷം ഒക്കെ കൊടുക്കാവുന്ന മരുന്നാണ് സോർണം. അതിന് സപ്പോർട്ടീവ് കെയറിന് ഓൺകോളജിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മരുന്നാണ് സോർണം. അതുപോലെ പെയിൻ റെമഡിയാണ്. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസിന് കൂടുതൽ ഇലക്ട്രിക് ഇംബാലൻസ്, സോഡിയം, പൊട്ടാസ്യം ക്ലോറൈഡ് എന്നിവയൊക്കെ അതിൻ്റെ സന്തുലിതാവസ്ഥ പരിഹരിക്കാൻ, അതുപോലെ ബ്ലീഡിങ്ങിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു. ന്യൂട്രീഷണൽ ഡിഫക്റ്റീവ്, ഇതിനെല്ലാം കൃത്യമായിട്ട് തന്നെ അതിനെല്ലാം
അതുപോലെ തന്നെ ഒരു ക്യൂറിറ്റിംഗ് ലെവലില് യൂട്രനിൽ വരുന്ന ക്യൂറിറ്റി ലെവൽ, അതുപോലെ ഇൻട്രാ എപ്പിത്തീലിയൽ ആസ്പിറേഷൻ, അത് എന്തേലും മെക്കാനിക്കൽ എയ്ഡ് കൊണ്ട് വരുന്ന വൂൺസുകള്, അതുപോലെ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറിൽ വരുന്ന വൂണ്ടുകൾക്കെല്ലാം കൃത്യതയോട് കൂടി ഇന്റേണൽ ആയിട്ട് കൊടുത്താൽ പരിഹരിക്കുന്ന മരുന്നാണ് തോർണം മരുന്ന്. രണ്ടാമത് നമ്മൾക്ക് കൂടുതൽ പരിശോധിക്കേണ്ടതായി വരുന്ന തൂജയാണ്. അതൊക്കെ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. പലപ്പോഴും തൂജ മരുന്നിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാലും തൂജ ഒരു സൈക്കോട്ടിക് റിയാക്ഷൻ മോഡിൽ പ്രവർത്തിക്കുന്ന മരുന്നായതുകൊണ്ട് എന്തുകൊണ്ട് തൂജ, ഞാൻ നേരത്തെ പറഞ്ഞ ഫാഗോസൈറ്റ്സ് ഡിഫക്റ്റീവിനെ പറ്റി വിവരിക്കുമ്പോൾ ആ സ്റ്റേജിൽ എന്തൊക്കെ സ്റ്റേജിൽ ഒരു സർജറി വന്നാലോ ഒരു കൂടുതൽ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ വന്നാലോ അതിൽ നിന്ന് വരുന്ന ഭവിഷ്യത്തുകളെ കൊണ്ടോ ഒക്കെ സംജാതമാകുമ്പോൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ മരുന്ന് സ്വർണ്ണമാണെങ്കിൽ തൂജ പലപ്പോഴും ഹൈപ്പർപ്ലാസിയയ്ക്ക് വ്യക്തമായിട്ട് ഹൈപ്പർപ്ലാസിയക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അത് പലപ്പോഴും ഡീബൾക്കിന് മുമ്പ്, ഓപ്പറേഷന് മുമ്പ്, അതുപോലെ തന്നെ ഒരു ഡയമീറ്ററിൽ വരുന്ന വ്യത്യാസം കാണുമ്പം തന്നെ റിസ്ക് ഡയമീറ്റർ, നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞത് ഡിസ്ക് ഡയമീറ്ററിൽ വരുന്ന വ്യത്യാസമൊക്കെ വരുമ്പോൾ തൂജ വളരെ ഇൻഡിക്കേറ്റഡ് ആണ്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് സിംറ്റം വന്നാലും ആ സിമിലാരിറ്റി ലെവലിന് പുറമെ ഒരു സ്പെസിഫിക് റെമഡി എന്നുള്ള കൺസിഡറേഷൻ തൂജ അതിൻ്റെ അന്തർലീനത്തുള്ള ഡോസിൽ നൽകിയ വളരെയധികം പ്രയോജനമാണ്. തൂജ ഒരു അപ്പോറ്റോസിസ് ഡ്രഗാണ്. ക്യാൻസർ കോശങ്ങളുടെ ഉൽപാദനം തടയാനും അതിൻ്റെ സ്വയം നശീകരണം കൂട്ടാനുള്ള കഴിവുമാണ് എന്ന് വേണം പറയാം. അപ്പൊ അപ്പോറ്റോസിസ്, അതായത് ഒരു ഹൈപ്പർപ്ലാസിയയുടെ ലെവലിൽ കൺട്രോൾ ചെയ്യുന്ന ആ മരുന്നിന് അത് കൂടുതൽ കോശങ്ങളെ അറസ്റ്റ് ചെയ്യാനും അതിൻ്റെ വലിപ്പം കുറയ്ക്കാനും അതിൻ്റെ സർഫസ് ക്ലിയറൻസ് ചെയ്യാനും ഒക്കെ ഇതിന് ഫലം കണ്ടുവരുന്നു. അതുപോലെ ക്യാൻസർ പ്രോഗ്രസിനെ തടയുക, ആ അബ്നോർമൽ സെൽ ഗ്രോത്ത് ആ നോർമൽ പ്ലേസിൽ നിന്ന് അതിനെ തടയുക എന്നുള്ളതാണ് തൂജയുടെ ഒരു. അത് പ്രത്യേകിച്ച് തന്നെ റെപ്രസെന്റേറ്റ് ആന്റി നിയോപ്ലാസ്റ്റിക് ഡ്രഗ്. ക്യാൻസർ കോശങ്ങളിലേക്ക് വ്യക്തതയുണ്ടെങ്കിൽ അതിനെ തടയാനും അതിന്റെ രോഗപുരോഗതി തടയാനും ഒക്കെ വ്യക്തമായ തെളിവുകളോടുകൂടി പ്രവർത്തിക്കുന്ന മരുന്നാണ് തൂജ. ഒരിക്കൽ പോലെ തൂജ നമ്മൾക്ക് വ്യക്തത തരാതെ പോകില്ല, ആ രോഗിക്ക് ആശ്വാസം നൽകുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ കാർസിനോജെനസിസ്, യൂട്രൈൻ ക്യാൻസറിന്റെ എന്തെങ്കിലും കാരണങ്ങൾ, കാർസിനോ ജീൻസ് കൊണ്ടുള്ള ഏതായാലും എന്തെങ്കിലും ഒരു ഓൺകോ ജീൻസ് കൊണ്ടോ അത് ട്യൂമർ പ്രൊഡ്യൂസ് ആനുള്ള ശരീരത്തിൽ വരുന്ന കാരണങ്ങളെയൊക്കെ തടയാൻ ഈ തൂജയ്ക്ക് കഴിയും. ഉദാഹരണം പറഞ്ഞാൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇസ് എ വൈറൽ കാർസിനോജൻ. ഇതിനെയൊക്കെ ഒരു പരിധി, ഇപ്പം അലോപ്പതിയിൽ ഇപ്പം HPV വാക്സിൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോമിയോപ്പതിയിൽ HPVക്കെതിരെ പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല മരുന്നുകളിൽ ഒന്ന് തൂജ, രണ്ടാമത് മെഡോറിനും ഇതൊക്കെ തന്നെയാണ്. വാക്സിനിന്റെ വിവാദങ്ങളിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല, അത് വേറൊരു വസ്തുതയാണ്. അപ്പൊ പതോളജിക്കൽ വെജിറ്റേഷൻ ഇൻവേഷൻ പ്രിവെൻറ്റ് മെറ്റാസ്റ്റാസിസ് തടയാൻ ഏറ്റവും കഴിവുള്ള മരുന്നാകുമ്പോൾ ആ തൂജ പ്രയോഗിക്കേണ്ടടുത്ത് പ്രയോഗിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതുപോലെ തന്നെ തൂജ നേരത്തെ ക്രോണിക് മിയസ്റ്റ്, വെനേറിയൽ ഒറിജിൻ, മ്യൂക്കസ് മെമ്പറയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഹിസ്റ്റോപതോളജിക്കൽ ലെവലിൽ ആ ഇറഗുലാരിറ്റിയെയും ആ ഫ്ലൂയിഡ് അക്യൂമുലേഷനെയും ആ പ്രീ ക്യാൻസറസ് കണ്ടീഷനെയും ആ ബിനൈൻ കണ്ടീഷൻസിനെ മാലിഗ്നൻസിലേക്ക് കൊണ്ടുപോകാതിരിക്കാനും ഒക്കെ ഇത്
പിന്നെ വളരെ സവിശേഷപരമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ ക്യാൻസർ ചികിത്സയില് ഫൈബ്രോ അഡിനോമ കോശങ്ങള്, ഫൈബ്രോസിസ്റ്റിക് ചേഞ്ചസ്, അഡിനോസിസ്, പോളിപ്പോസിസ്, എറ്റിപ്പിക, ഈ ലെവലിലുള്ള വാക്കുകൾക്കെല്ലാം ഒറ്റ വാക്കിൽ പൂജ ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഡിസ്കഷനിൽ മനസ്സിലാക്കേണ്ടത്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് മരുന്നുകളുടെ പിന്നെ രീതി എന്ന് പറഞ്ഞാൽ ലാപ്പിസാൽപ്പാണ്. പ്രീ ക്യാൻസറസ് കണ്ടീഷൻ ഓഫ് യൂട്രസിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സജസ്റ്റീവായിട്ട് നൽകാൻ പറ്റുന്ന മരുന്ന് ലാപ്പിസാൽപ്പാണ്. അത് ലാപ്പിസാൽ സിലിക്കോ ക്ലോറൈഡ് ഓഫ് കാൽസ്യം സിലിക്കോ ക്ലോറൈഡ്. അപ്പം ഓസ്കാറി ബോറിക്ക് ആണ് ഏറ്റവും കൂടുതൽ ലാപ്പിസാൽബിനെ വിവരിക്കാൻ തയ്യാറായ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക റൈറ്റർ. പിന്നെ കൂടുതലും അത് പ്രീ അൾസറേഷൻ സ്റ്റേജസ് ഓഫ് കാർസിനം എന്ന ലെവലിലേക്ക് ഏറ്റവും കൂടുതൽ കഴിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അപ്പം പിന്നെ നമ്മൾ അതിൻ്റെ അകത്തൊരു പദം ഫിസിയോളജി നോക്കുമ്പോൾ കാർസിനോജനിക് സ്റ്റേജസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും ട്യൂമർ ഇനിഷ്യേഷൻ എന്ന് പറയും. ആ കാർസിനോജൻസ് ഓർ അതിന് കാരണമായ ഒരു കെമിക്കൽ റിയാക്ഷൻ ആ സർഫസിൽ ഡെവലപ്പ് ചെയ്യുന്നു. അതുപോലെ ട്യൂമർ പ്രൊമോഷൻ, മാലിഗ്നന്റ് കൺവേർഷൻ, ട്യൂമർ പ്രോഗ്രഷൻ. പ്രൊമോഷനും പ്രോഗ്രഷനും ഉണ്ട്. ഇതാണ് കാർസിനോജനിക് സ്റ്റേജസ്. ഈ സ്റ്റേജസിനെ വളരെ ഫലവത്തായി കൺട്രോൾ ചെയ്യുകയും അതിനെ പരിമിതപ്പെടുത്തുന്നതിന് ഉതകുന്ന മരുന്നുകളിൽ ഏറ്റവും പ്രധാനമാണ് ലാപ്പിസാൽബ്. ഇത് എന്തുകൊണ്ടും യൂട്രൈൻ ക്യാൻസറിന്റെ ഇനിഷ്യൽ സ്റ്റേജിലും അല്ല അഡ്വാൻസ് സ്റ്റേജിലും ഒക്കെ ഉപയോഗിക്കും. ഏറ്റവും കൂടുതൽ എറ്റിപ്പിക്ക ലെവലില് പിന്നെ കൃത്യതയോടുകൂടി ആ ട്യൂമർ ഇൻസിയേഷനിൽ തന്നെ നൽകിയാൽ വളരെയധികം പ്രയോജനം നമുക്ക് കിട്ടാറുണ്ട്. പ്രത്യേകിച്ച് യൂട്രസ് ലൈനിങ്ങിൽ പ്രവർത്തിക്കാൻ ഏറ്റവും പരിശ്രമമാണ്. നേരത്തെ പറഞ്ഞ ഡ്രഗുകൾക്കാണെങ്കിൽ പല ക്വാളിറ്റി ഉണ്ട്. ഒന്ന് ഡിഫക്റ്റീവ് ഫാഗോസൈറ്റ്സ് വരുന്ന ലെവലില്, അതുപോലെ സൈക്കോട്ടിക് മോഡ് ഓഫ് റിയാക്ഷൻ പൂജയുടെ റോള് വേറൊരു ലെവലില്, അതുപോലെ ലാപ്പിസാൽബിന്റെ റോള് എന്ന് പറയുമ്പോൾ പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന യൂട്രസ് ലൈനിങ്ങിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഹൈ ഈസ്ട്രോജൻ ലെവൽ ഉള്ള ഒരു സ്ത്രീകൾക്ക് ഇത് വളരെയധികം ഫലവത്തായിരിക്കും. അപ്പൊ നമ്മൾ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ അലോപ്പതിയിലൊക്കെ ഹോർമോൺ ട്രീറ്റ്മെന്റ് നൽകുന്ന സമയത്ത് ഹൈ ഈസ്ട്രോജൻ ലെവലും ഇനഫായിട്ട് പ്രൊജസ്ട്രോൺ ഇല്ലാത്ത ഒരവസ്ഥയില് അതിന്റെ ഇംബാലൻസിനെ നല്ല രീതിയിൽ ഹോർമോൺ റീപ്ലേസ്മെന്റിന്റെ ഒരു ലെവലിലല്ല ഞാൻ പറയുന്നത്. ആ ഹോർമോൺ ഇംബാലൻസ് കണ്ടുപിടിക്കപ്പെട്ട സ്ത്രീകൾക്ക് എത്തിയ അല്ലെങ്കിൽ പ്രീ ക്യാൻസറസ് കണ്ടീഷൻ ലെവലിലേക്ക് ഡയഗ്നോസിസിലേക്ക് എത്തിയാൽ ലാപ്പിസാൽബ് വളരെയധികം ഗുണകരമായിരിക്കും. അതുപോലെ ഒബീസ് ലേഡീസിന് ഏറ്റവും കൂടുതൽ ഗുണകരമായിരിക്കും. ഡയബറ്റിക്കും PCOD എന്നിവയായിരിക്കും ഏറ്റവും കൂടുതൽ. അതുപോലെ പിന്നെ ടാമോസിഫൻ എന്ന് പറയുന്ന അലോപ്പതി ഡ്രഗ് ഉണ്ട്, അതിന്റെ CA പ്രശ്നം കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു ഓൺകോളജി സ്റ്റഡി വരുമ്പോൾ യൂട്രൈൻ ക്യാൻസർ പലപ്പോഴും സെക്കൻഡറി മെറ്റാസ്റ്റസിലേക്കാണ് കൂടുതലും വരിക. അത് അടുത്ത പാർട്ട് 2 ആ ഡിസ്കഷൻ വരികയുള്ളൂ. കാരണം പല ബ്രസ്റ്റ് ക്യാൻസർ ഇങ്ങനെയൊക്കെയുള്ള ക്യാൻസറിന് ശേഷം ടാമോസിബൻ എന്ന് പറയുന്ന കീമോടാബ് ബ്രസ്റ്റ് ക്യാൻസറിനൊക്കെ അതുപോലെ ജനറ്റിക് ഫാക്ടേഴ്സിനൊക്കെ കൊടുക്കും. പല സ്റ്റേജിൽ കൊടുക്കും. എല്ലാം ഏതൊക്കെ സ്റ്റേജ് ആണെന്ന് കുറച്ചൊക്കെ അറിയാം, എന്നാലും എല്ലാം അറിയണമെന്ന് എനിക്കില്ല.
അപ്പൊ ആ ലെവലില് ഇത് വരുമ്പോൾ യൂട്രിൻ ക്യാൻസർ സെക്കൻഡറി ആയിട്ട് വരുന്ന ഒരു സ്റ്റേജിലും സെക്കൻഡറി മെറ്റ്സ് വരാൻ സാധ്യതയുള്ള പേഷ്യൻസിനും ഹോർമോൺ ഇംബാലൻസ് ഉള്ള പേഷ്യൻസിനും ലാഫിസാൽവ് വളരെയധികം ചിന്തിക്കേണ്ടതായിട്ട് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹിസ്റ്റോളജി ലെവലിൽ ലാഫിസാൽവയുടെ ഒരു പ്രൊമോഷൻ വരുമ്പോൾ നോർമൽ സെൽസിലെ ആ ഒരു മെച്ചുറേഷനെ ബാധിക്കുന്ന ലെവലില് ഇറഗുലർ സർഫസ് ആയിരിക്കും. പിന്നെ ഡിസ്ഓർഗനൈസ്ഡ് ആർക്കിടെക്ചർ ആൻഡ് ക്രൗഡഡ് എന്ന് വിവരിക്കും. അതുപോലെ ഹിസ്റ്റോളജിയിൽ ഹൈപ്പോക്രൊമേഷ്യ, പിന്നെ ഇൻടാക്ട് ബേസ്മെന്റ് മെംബ്രെയിൻ ഇൻ കാർസിനോമ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഈ ലെവലിലൊക്കെ വിവരണമുള്ള ക്യാൻസറുകൾക്കെല്ലാം ലാഫിസാൽവ ഇൻഡിക്കേറ്റഡ് ആണ് എന്നുള്ളതാണ് ക്ലിനിക്കൽ ട്രയൽ കൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ കണക്റ്റീവ് ടിഷ്യൂ, പിന്നെ കണക്റ്റീവ് ടിഷ്യൂ കൂടുതൽ ആക്ഷൻ ഉള്ളതാണ്. അപ്പം ഗ്ലാൻഡുലാർ സ്ക്ലിറോസിസ് എന്നാണ് പറയുന്നത്, അതിനെ തടയാനുള്ള ഒരു കഴിവും ലാഫിസാൽവ, ഇതൊക്കെ പതോഫിസിയോളജി പറയുന്നതേ ഉള്ളൂ. അപ്പം പിന്നെ യൂട്രിൻ കാർസിനോമയ്ക്ക് വളരെയധികം ഫലവത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന മരുന്നുകൾ ആണ് തൂജ, സോറിനം, ലാഫിസാൽവ്. പിന്നെ അതിൻ്റെ അകത്ത് അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റേജ് വിട്ട് നമ്മൾ കുറെ എയർലി ക്യാൻസർ ഡിറ്റക്ഷൻ വരുമ്പോൾ നമ്മൾ പ്രതിപാദിക്കുന്ന ഒരു പിന്നെ ഡ്രെയിനേജ് ഡ്രഗുകളെ പറ്റിയാണ് നമ്മൾ കൂടുതലായിട്ട് വിവരിക്കുന്നത്. അതിലൊന്ന് പിന്നെ മെയിൻ്റനൻസ് ട്രീറ്റ്മെന്റ് എന്ന് പറയും. അതായത് ഓൺഗോയിങ് ട്രീറ്റ്മെന്റ്, അതായത് രോഗപുരോഗതി തടയുക, അതും ടു പ്രിവെന്റ് പിന്നെ ക്യാൻസർ റിക്കറൻസിനെ തടയുക. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല ചികിത്സാ വിധികൾ അവലംബിക്കുന്ന രോഗികളായിരിക്കും. അവർക്കത് ആ മെയിൻ്റനൻസ് ട്രീറ്റ്മെന്റ് ഹോമിയോയിൽ അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ പ്രൊഗ്നോസിസ് വാല്യൂ കൂട്ടുക, എക്സ്റ്റൻഷൻസ് കുറയ്ക്കുക, ഇതൊക്കെയാണ് അതിനുപയോഗം. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ എപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞ വിസ്വാൽബ് അതിന് ഫലവത്താണ്. ഒരു ഈ യൂട്രിൻ ക്യാൻസറിന് വിസ്വാൽബിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മെറ്റ്സിനെ തടയും, മെറ്റാസ്റ്റസിനെ തടയും, അഡ്വാൻസ് സ്റ്റേജിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഒരു രീതി. അപ്പൊ നമ്മുടെ ഒരു മെയിൻ്റനൻസ് ട്രീറ്റ്മെന്റ് ഡിസ്പ്ലസിയ ലെവലിലേക്ക് ഒരു യൂട്രൻ കണ്ടീഷൻ നമ്മുടെ അടുത്ത് വന്നാൽ നമുക്കൊരു മെയിൻ്റനൻസ് ട്രീറ്റ്മെന്റ് ലെവലില് എപ്പോഴും വിസ്വാൽബ് നമുക്ക് നൽകാവുന്നതാണ്. അതുപോലെ അത് ഉദ്ദേശിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർപ്ലാസിയ റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് റേഡിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വിസ്വാൽബ് ഇൻഡിക്കേറ്റഡ് ആണ്. അതുപോലെ കുർക്കുമ ലോങ്ക ചിലപ്പോൾ മദർ ടിഞ്ചർ രൂപത്തിലായിരിക്കും അത് ഉപയോഗിക്കാൻ പറ്റുന്നത്. കുർക്കുമ വളരെയധികം പിന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന മരുന്നാണ്. മൂന്നാമത് എന്ന് പറഞ്ഞാൽ ലാഫിസാൽവിന്റെ റോളിൽ തന്നെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു മരുന്ന് ലിനം, വിസിസ്റ്റാറ്റിനം. ലിനം എന്ന് പറഞ്ഞാൽ ഫ്ലാക്സ് സീഡിൽ നിന്ന് എടുക്കുന്ന മരുന്നാണ്. അത് പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. ലിനം, വിസിസ്റ്റാറ്റിനം നമ്മുടെ കീനോട്ടിൽ തന്നെ പറയുന്ന ഡ്രഗാണ്. പലപ്പോഴും അതിനെപ്പറ്റി പഠനവിധേയമാകാത്ത കൊണ്ടാണ് അതിന് കൂടുതൽ യൂസ് വരാത്തത്. പിന്നെ അതിന്റെ ട്യൂമർ ഗ്രോത്ത് റെഡ്യൂസ് ചെയ്യുക, അത് കൂടുതൽ എൻഡോമെട്രിക് ലൈനിങ് വരുന്ന ഹൈപ്പർപ്ലാസിയ റെഡ്യൂസ് ചെയ്യാൻ ലിനം വരും. അത് ഹോർമോണുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബന്ധം. പ്രത്യേകിച്ച് ഒബീസ് പേഷ്യൻസിന്, വെയിറ്റ് ഗെയിൻ ഉള്ളവർക്ക്, ഓവർ വെയിറ്റ് ഉള്ളവർക്ക് അത് കൂടുതൽ റോളാകും. അതിന്റെ ഉദ്ദേശം നമ്മൾ ഈസ്ട്രോജൻ, അത് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ കുറച്ചു മുമ്പ് പറഞ്ഞ രീതിയിൽ അതായത് ഒരു CA ബ്രസ്റ്റിൽ നിന്ന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ അടുത്ത ഇന്റർപ്രിട്ടേഷൻ വരുമ്പോൾ CA യൂട്രസിലേക്ക് അത് പോയിരിക്കും. അപ്പൊ അതിന്റെ USG ആപ്ലിക്കേഷൻസ്
UST റിപ്പോർട്ട് അല്ലെങ്കിൽ പിന്നെ CET റിപ്പോർട്ട് എന്നിവയിലൊക്കെ വരുന്നത് എന്തെങ്കിലും ഒരു എത്തിപ്പിയ അല്ലെങ്കിൽ ഇറഗുലർ മാർജിൻസ് അല്ലെങ്കിൽ സംതിങ് എക്സ്പ്ലനേഷൻ, എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ യൂട്രസിനെ പരാ അതൊരു മെറ്റാസ്റ്റാസ് ആയിരിക്കും. ആ ലെവലിൽ അത് അഡ്വാൻസ് ആകാതിരിക്കാൻ ലിനോസിസ്റ്റാറ്റിനും വളരെ ഫലപ്രദമായിട്ട് കണ്ടുവരുന്നു. അത് കോട്ടയത്തെ ക്യാൻസർ യൂണിറ്റിലൊക്കെ അത് വ്യക്തമായിട്ട് തന്നെ കൊടുത്ത റിസൾട്ട് കിട്ടുന്നുണ്ട്. അത് വളരെയധികം ശ്രദ്ധിച്ച് നമ്മൾ ഓർത്തിരിക്കണം. ലിനോസിസ്റ്റാറ്റിന് പ്രത്യേകിച്ച് സെക്കൻഡറി മെറ്റാസ്റ്റസിന് ഏറെയെങ്കിലും ഫീമെയിൽ ഓർഗൻസിൽ നിന്ന് CA റിപ്പോർട്ട് ചെയ്ത് അത് ക്യൂറായ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സെക്കൻഡറി ആകാതിരിക്കാനുള്ള കഴിവ്. അപ്പോൾ സെക്കൻഡറി ആയ അലോപ്പതി കൂടുതൽ ഹോർമോൺ ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ സാധ്യതയുള്ള അവയവങ്ങൾ അവരെടുത്ത് കളയും. യൂട്രസോടെ എടുത്തു കളയേണ്ടി വരുമെന്ന് അവർ പറയും. CA ഉള്ള ആളുകൾക്ക് തന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചാൻസ് റിസ്ക് ഉണ്ടെങ്കിൽ യൂട്രസ് എടുത്ത് ആ ലെവലിലൊക്കെ അതിനെ തടയാനൊക്കെ ഉള്ള കഴിവ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ OP-യിലൊക്കെ CA ബ്രസ്റ്റ് കീമോ റേഡിയേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഇൻഡിക്കേറ്റഡ് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇവര് വാർണിംഗ് സൈനായിട്ട് പറയും 3 മാസം കഴിഞ്ഞ് യൂട്രസിലോ ഒവേറിയലോ ഏതെങ്കിലും ലീഷൻസ് ഡെവലപ്പ് ചെയ്യുമോ എന്നുള്ള പരിശോധന അല്ല അതിനുള്ള ബയോമാർക്കർ ചെയ്ത് നോക്കും എന്ന് അവരോട് നേരത്തെ തന്നെ പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് സർജിക്കൽ റിമൂവ് തന്നെ ചെയ്യേണ്ടി വരുമെന്ന് അവർ പ്രത്യേകിച്ച് പേഷ്യന്റിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ലെവലുണ്ട്. ആ ലെവലിൽ ദിനം വളരെയധികം ഫലപ്രദമായിട്ട് കണ്ടുവരുന്നു എന്നുള്ള ഈ അവസരത്തിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ കൽക്കേരിയ ഫ്ലോറേറ്റോ ആണ്. കൽക്കേരിയ ഫ്ലോറേറ്റോ അപ്പം അത് കൂടുതലും നമ്മുടെ ഡീബൾക്കിംഗ് അല്ലെങ്കിൽ ഹൈപ്പർപ്ലാസിയ ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ സർജിക്കൽ, അതുപോലെ തന്നെ ആ ഇൻട്രാ യൂട്രൈൻ ഡിവൈസുകളുടെ ആപ്ലിക്കേഷൻസിലൊക്കെ വരുന്ന പോരായ്മകൾ, അതായത് തിക്കനിങ്. ഏത് കോശങ്ങളായാലും അതിനെതിരെ പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ്. പ്രത്യേകിച്ച് യൂട്രൈൻ മയോമയ്ക്ക് വളരെയധികം ഫലപ്രദമായ മരുന്നാണ് കൽക്കേരിയ ഫ്ലോറേറ്റോ. എന്നാൽ യൂട്രൈൻ മയോമ turn to cancer or യൂട്രസ് ഓർ ബ്ലാഡർ. ഈ ലെവലില് ഏറ്റവും ആ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ ഫ്ലോറേറ്റോ നൽകുന്നത്. അതുപോലെ തന്നെ ടിഷ്യൂ അഡ്ഹഷൻസ്, ഒട്ടിപ്പിടിക്കുന്നതിനുള്ള ആ കണ്ടീഷൻസ് അതിനെ പ്രിവെന്റ് ചെയ്യാൻ ആ സ്പേസ്, അത് ആ ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് കൊണ്ട് ആപ്ലിക്കേഷൻ വരുന്ന സ്പേസിൽ വരുന്ന ഡാമേജുകൾ, അവിടെ വരുന്ന ടിഷ്യൂ അക്യുമുലേഷൻസ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് അക്യുമുലേഷൻസ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് അഡ്ഹഷൻസിനെല്ലാം അത് പ്രത്യേകിച്ച് ബോറയ്ക്ക് പ്രത്യേകം പറയുന്നുണ്ട്. പ്രിവെന്റ് ദ കോംപ്ലിക്കേഷൻ ഓഫ് പോസ്റ്റ് ഓപ്പറേറ്റീവ് അഡ്ഹഷൻസ്. അതാണ് നമ്മളത് മനസ്സിലാക്കേണ്ട കണ്ടീഷൻസ്. അത് നമ്മൾ കൃത്യതയോടുകൂടി മനസ്സിലാക്കേണ്ട ലെവലാണ്. പിന്നെ നമ്മൾ പറഞ്ഞ ഏകദേശം പ്രീ ക്യാൻസർ സ്റ്റേജിൽ പ്രവർത്തിക്കുന്ന വേറെ ചില സെർട്ടൻ സ്ട്രഗുകളുണ്ട്. ഒന്ന് അലൂമിനാണ്. അലൂമിന അല്ല, അലൂമൻ. ആ ഇൻഡുറേഷൻ, ആ സർഫസിലെ ടെൻഡൻസിറ്റി ഇൻഡുറേഷൻ ഓഫ് നെക്ക് ഓഫ് യൂട്രസ് മെമ്മറി ഗ്ലാൻഡിലും അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് അലൂമന്റെ ഒരു പ്രത്യേകത. ഇതെല്ലാം ബോറിക് മെറ്റീരിയ മെഡിക്കൽ തന്നെ കൃത്യതയോടുകൂടി വിവരിക്കുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ അനാന്തേറിയം ബോറയ്ക്കുള്ള മരുന്നാണ്. അത് പലപ്പോഴും പിന്നെ ആ ഇൻഡുറേഷൻസിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന മരുന്നാണ്. പ്രത്യേകിച്ച് പിന്നെ എല്ലാ യൂട്രസ് സർഫസിലും ഇത് കൂടുതൽ പ്രവർത്തിക്കും എന്നാണ് ബുക്കുകൾ വിവരിക്കുന്നത്. അതുപോലെ തന്നെ യൂറിനറി പാസേജിൽ കൂടുതൽ ക്യാൻസർ സ്റ്റേജ് ആകാൻ സഹായിക്കുന്നതിൽ ഏറ്റവും കൂടുതലാണ് അനിലിന. കോൾട്ടാറിന്ന് എടുക്കുന്ന മരുന്നാണ് അനിലിന. ഇത് കൂടുതൽ യൂറിനറി പാസേജ് കംപ്ലീറ്റ് ആയിട്ട്
കൂടെ പ്രവർത്തിക്കുന്നതാണ്. അതുപോലെ ക്ലൈമാറ്റിക് ലെവലില് നമ്മൾ ഇനിഷ്യൽ ലെവലില് ഈ പിന്നെ മയോമയിൽ നിന്നോ അല്ലെങ്കിൽ ഫൈബ്രോയിഡിൽ നിന്ന് കൺവേർട്ട് ചെയ്യുന്ന യൂട്രൻ സർഫസില് ഒക്കെ ബ്ലീഡിങ് കൂടുതലുള്ള സ്റ്റേജിൽ തന്നെ അതിനെ ഓവർകം ചെയ്യാൻ കഴിവുള്ള മരുന്നാണ് അർജന്റം മെറ്റൻ. അതൊരു പാലിയേറ്റീവ് ലെവലിലും ക്ലൈമാറ്റിക് ഹെമറേജിലും അർജന്റം മെറ്റൻ കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. Another drug of induration of endometrial lining, arsenic bromate, അതും കൂടുതൽ നമുക്ക് ഓർമ്മയിൽ വെക്കേണ്ട മരുന്നുകളാണ്. അതുപോലെ കൽക്കേരിയ കാർബ്, അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഫാക്ടർ കൂടുതലും വരുന്ന മരുന്നാണ്. അതുകൊണ്ട് നമുക്കത് പ്രത്യേകിച്ച് അതുപോലെ തന്നെ യൂട്രൻ ഹൈപ്പർട്രോഫിയുടെ ഒരു ലെവലില് സർജിക്കൽ ആപ്ലിക്കേഷൻസ് നമുക്ക് ഒരു ഇൻഡിക്കേറ്റർ ഡ്രഗ് പര്യാപ്തമായിട്ട് കിട്ടിയില്ലെങ്കിൽ ടെമ്പററി ആയിട്ട് ഏറ്റവും കൂടുതൽ ഫലവത്തായിട്ട് കണ്ടുവരുന്നവര് കലണ്ടുല ഇന്റേണൽ മെഡിസിൻ തന്നെയാണ്. യൂട്രൻ ഹൈപ്പർട്രോഫിയെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു മരുന്നാണ് കലണ്ടുല. അപ്പൊ ഇത്രയാണ് പാർട്ട് എയിൽ യൂട്രൻ ക്യാൻസറിനെ പറ്റി വിവരിക്കാനുള്ളത്. പാർട്ട് ബിയിലാണ് കൂടുതലും ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. തൽക്കാലം ഈ ക്ലാസ് നിർത്തുകയാണ്. നമ്മുടെ എക്സ്പീരിയൻസ് പ്രീ ക്യാൻസർ കണ്ടീഷൻ ഓഫ് യൂട്രസ്, പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ്, ടെൻഡൻസി ടു മാലിഗ്നൻസി, ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉള്ളവർ എല്ലാവരും ഈ ക്ലാസ്സിൽ ഷെയർ ചെയ്യുകയും ഡിസ്കസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്ന് നന്ദി. പറഞ്ഞു നിർത്തുന്നു. നന്ദി ഡോക്ടറെ. ഞാൻ 1-2 കാര്യം ഒന്ന് ചോദിച്ചിട്ട്, നമ്മള് സോറിനും പറഞ്ഞപ്പോൾ 6x 200 വണ്ണം പറഞ്ഞു. തൂജയ്ക്ക് മാഡം പൊട്ടൻസി, തൂജയ്ക്ക് ഏതാ പൊട്ടൻസി? റിമാർക്കബിൾ 32 വണ്ണം, 200 വണ്ണം. ലാപ്പിസ് ആൽബിന്റെ പാടം ലാപ്പിസ് ആൽബ് ലാപ്പിസാൽബ് ഈസ് മോസ്റ്റ്ലി യൂസ് ഫോർ 30th പൊട്ടൻസി 6C. പിന്നെ ഡ്രെയിനേജ് ഡ്രഗ്സിൽ വിസ്കം ആൽബവും കുർക്കുമയും ടിഞ്ചറാണ് അല്ലേ? വിസ്കം ആൽബം ടിഞ്ചർ തന്നെ. ടിഞ്ചറുകളാണ്. ലിനം ബാക്കിയെല്ലാം ഡ്രഗുകളാണ്. ലിനം 30th പൊട്ടൻസിയാണ്. 30th പൊട്ടൻസി ലിനം. കാൽക്കേരിയ ഫ്ലോറ് കൽക്കേരിയ ഫ്ലോർ 30th 200 വണ്ണം. അനാന്ത്രിയം അനാന്തൽ അതെല്ലാം 30th പൊട്ടൻസിയാണ്. അനാന്തരം എന്നല്ലേ? പിന്നെ അനിഹിലിനം അനിലൊക്കെ 30th പൊട്ടൻസി. 30. അലൂമിൻ അലൂമിൻ അർജന്റം എല്ലാം 30th പൊട്ടൻസിയാണ്. ഈ ബ്ലീഡിങ്ങിന് അർജന്റം മെറ്റ് പറഞ്ഞല്ലോ, അർജന്റം മെറ്റ് അത് ഏത് പൊട്ടൻസി? 30 വണ്ണം പൊട്ടൻസി. മെഡോർണം കാൽക്കേരിയ കാർബ് അതൊക്കെ ഈവൻ വണ്ണം വരെ വരാം. 30th 200 അതെല്ലാം 30 മുതൽ 1 വരെ വരാം. നീ ആർക്കെങ്കിലും ഡോക്ടറോട് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലും എക്സ്പീരിയൻസ് ആഡ് ചെയ്യാനുണ്ടെങ്കിലോ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ചികിത്സിച്ചിട്ടുള്ള അനുഭവങ്ങളും പറയാം. സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. അനിൽകുമാർ ഡോക്ടർ ഉണ്ടല്ലോ. അനിൽകുമാർ ഡോക്ടറെ,
ഷീല ഡോക്ടർക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഡോക്ടറെ നമസ്കാരം. എൻ്റെ സംശയം, നമ്മൾ എന്തുവായാലും കേസ് എടുത്തിട്ട് അപ്പം അതിനുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ്സിന്റെ കൂടെ ചേർത്തിട്ട് ഇതിലേതെങ്കിലും അങ്ങനെ കൊടുക്കാനാണോ സ്റ്റേജ് വൈസ് വരുമ്പോൾ ഡോക്ടറെ? കൊടുക്കാം. അങ്ങനെയാണല്ലേ? ഓക്കെ. അപ്പം ഒരു കേസ് ഇപ്പം ഫോർ എക്സാമ്പിൾ തൂജ കേസാന്ന് വെച്ചോ, ലേഡി തൂജ ആണെങ്കിൽ തൂജയും കൊടുക്കാം, പിന്നെ അതിന്റെ കൂടെ നമുക്ക് ആ ഒരു ലെപ്പീസ് ആൽബം കൊടുക്കാൻ പറ്റും. പാതോളജിയില് കൂടുതൽ റിഫ്ലക്ട് ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോ ഈ സ്റ്റേജിലുള്ള മരുന്നുകൾ കൊടുക്കാം. ഓക്കെ ഡോക്ടർ. ഓക്കെ താങ്ക് യു. ഡോക്ടർ അനിൽകുമാറാണേ. നമസ്കാരം സാർ. അഭിപ്രായത്തിൽ പെയിൻ പാലിയേഷൻ എങ്ങനെയാണ്? പെയിൻ പാലിയേഷൻ. പെയിൻ സാറ്? പെയിൻ ഭയങ്കര പെയിൻ ആണ്. പാലിയേഷൻ യൂട്രൈൻ ക്യാൻസറിന്? യൂട്രൈൻ ക്യാൻസർ മാത്രമല്ല, ഏത് ക്യാൻസറിനും സാർ അത് കൂടുതൽ പിന്നെ നമുക്ക് കൂടുതൽ സ്പേസ് ആയിട്ട് കോഫിയ കൊടുക്കാം. ചമോമില 30 റിപ്പീറ്റഡ് ഡോസ്. ഓക്കെ. 30 റിപ്പീറ്റഡ് ഡോസ്. പിന്നെ ചമോമില 10 ml പ്രസ്സിംഗ് മെത്തേഡ്. ബെൽഡോണ 10 ml പ്രസ്സിംഗ് മെത്തേഡ്. പിന്നെ സാറ് പറഞ്ഞിട്ട് കൽക്കേരിയ കാർബ് കൊടുക്കാം. ട്രൈ നോക്കി, റിസൾട്ട് പോരാ. റിസൾട്ട് ഉണ്ട്. ഞാൻ ട്രൈ നോക്കി, പക്ഷെ പല കേസുകളിലും പോരാ. പിന്നെ ഏറ്റവും കൂടുതൽ റിസൾട്ട് വരുന്നത് പിക്സീഡിയ മദർ ടിഞ്ചറിനാണ്. അതിന്റെ ആൽക്കലോയിഡ്സ്, പല ആൽക്കലോയിഡ്സും നമുക്ക് ക്ലാസ്സിൽ പോലും പറയാൻ പറ്റില്ല. കാരണം ഹോമിയോയിൽ ആൽക്കലോയിഡ്സും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ലെന്നുണ്ട്. അല്ല, പ്രൊമോട്ട് ചെയ്യാന്നുള്ളതല്ല, അപ്പൊ പെയിൻ കുറയ്ക്കുക എന്നുള്ളതാണ്. പ്രൊമോട്ട് ചെയ്യാന്നല്ല. തൽക്കാലത്തേക്ക് കിട്ടുകയില്ല. പല മരുന്ന് ഇപ്പൊ അവൈലബിൾ അല്ല. പിസിഡി അവൈലബിൾ ആണ്. ടിഞ്ചർ, ബെൽഡോണ ടിഞ്ചറും ചില ആളുകൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. യൂഫോർബിയത്തിന് റിസൾട്ട് ഇല്ല. ഞാൻ നോക്കി, റിസൾട്ട് ഇല്ല. പിന്നെ ഈ മരുന്നുകൾ കൊണ്ട് തന്നെ ഏകദേശം 3 hours to 4 hours വരെ രോഗികൾക്ക് ആശ്വാസം കിട്ടും. കൊടുത്താൽ പോലും റിസൾട്ട് ഇല്ലാത്ത കേസ് ആണെങ്കിലും അത് കൂടുതലും ട്യൂമർ കൺജഷൻസും ഒക്കെ ഉള്ള കേസായിരിക്കും. അത് മൈലോപ്രോലേറ്റീവ് ഡിസോർഡേഴ്സ് ഒക്കെ വരും. പാൻക്രിയാറ്റിക് ഡിസോർഡർ, ഓവേറിയൻ ക്യാൻസറിനൊക്കെ പെയിൻ വരുന്നു. അങ്ങനെ വരുമ്പോ നമുക്ക് അത് കൂടുതൽ ഇൻട്രാതീക്കലായിട്ടും കൂടുതൽ അലോപ്പതിക്കാർ തന്നെ അത് ഒരു ട്രാൻസിയന്റ് ഹിപ്നോട്ടിക് ലെവലിലുള്ള ആളെ മയക്കി ഇട്ടിട്ട് തന്നെയാണ് ആ വേദന കുറയ്ക്കുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി മെഡിസിൻസ് പറയാൻ പറ്റുമോ ഡോക്ടർ? പെയിൻ മാനേജ്മെന്റ് മെത്തേഡ് തന്നെ അങ്ങനെ സെമി നാർക്കോട്ടിക് ലെവലിൽ തന്നെ പോവുക, അനസ്തെറ്റിക് പോലെ. നമ്മുടെ റോള് നമ്മൾ അന്വേഷിക്കാൻ വേണ്ട അങ്ങനത്തെ ലെവലുണ്ട്, ആൾക്കാരുണ്ട്. വർക്ക് ചെയ്യല. അതെ, കറക്റ്റ്. പാൻക്രിയാറ്റിക് ക്യാൻസറിനാണ് ഗൂഗിൾ എന്ന് പറയുന്ന ടിഞ്ചർ ഉണ്ട്. അത് നല്ല റിസൾട്ട് ആണ്. ഗൂഗിൾ അതെ. GUGGUL. അത് ഏത് ക്യാൻസറിന്? പാൻക്രിയാറ്റിക് ക്യാൻസർ പോലുള്ള പിന്നെ സോളിഡ് ഓർഗൻസിന്റെ ഇന്റേണൽ ഇൻട്രാഅബ്ഡോമിനൽ ലീഷൻസിനൊക്കെ നല്ലതാണ്. മിനിമം ഡോസ് അല്ലേ? അതെ സാർ. ഓക്കെ ഡോക്ടർ, താങ്ക് യു. നന്ദി ഡോക്ടറെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഡോക്ടറെ. ഈ എൻഡോമെട്രിയൽ തിക്നെസ് കുറയുന്നതാണോ പ്രശ്നം?
പോസ്റ്റ് മെനോപോസില്? നമ്മൾ അതിന്റെ ഒരു ഗൈഡ്, അതിന്റെ ഒരു ഇതാണ്, അളവാണ്. അവിടം വരെ നിൽക്കാവുള്ളൂ. കുറഞ്ഞു നിൽക്കുന്നു. എൻ്റെ തിക്നെസ് ആ ലെവലിൽ തന്നെ, അങ്ങനെയാണെ കുഴപ്പമില്ല. മനസ്സിലായില്ലേ? അങ്ങനെ നിൽക്കണം, ആ ലെവലിൽ നിൽക്കണം. മനസ്സിലായോ? താഴെ നിൽക്കണം. 4 ഉള്ളത് 2 ആയാല് അത് മരുന്നിന്റെ ഒരു ആപ്ലിക്കേഷൻ. അത് ആയില്ലേലും വേണ്ടില്ല, അത് ഇൻഡിക്കേഷൻ ആണത്. റിസ്കിന്റെ ഇൻഡിക്കേഷൻ സ്കെയിലാണത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് സമയമായി. ഷഫീഖ് ഡോക്ടർക്ക് നന്ദി പറയാമോ? ഷഫീഖ് ഡോക്ടർ ഉണ്ടോ? അനിൽകുമാർ ഡോക്ടറെ? ഡോക്ടർ ഓഫ് ചെയ്തിട്ട് പോയെന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ ഉണ്ട്, പറഞ്ഞോളൂ. ഡോക്ടറെ, സജിമോൻ ഡോക്ടർക്ക് ഒരു നന്ദി പറയണേ. ഓക്കെ. അതായത് നമ്മുടെ IAPH വളരെ ക്യാൻസറിനെ പറ്റി വളരെ നല്ലൊരു അവബോധം തന്ന സജിമോൻ ഡോക്ടർക്ക് IAPHന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും വീണ്ടും ക്ലാസ്സുകൾക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. നന്ദി അനിൽകുമാർ ഡോക്ടർ. എന്തായാലും നമ്മുടെ 2135 പ്രതിദിന സൂം വെബിനാർ ഇത്രയധികം വിജയകരമാക്കിയ PY സജിമോൻ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത് എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇതിന്റെ 2ാം ഭാഗവുമായി ഡോക്ടർ എത്രയും വേഗം വരണമെന്ന് അഭ്യർത്ഥിക്കുകയും കൂടി ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ 2135 പ്രതിദിന സൂം വെബിനാർ ഇവിടെ ഭംഗിയായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.